നമസ്കാരം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ സിനിമയിൽ അഭിനേതാക്കളുടെ പ്രതിഫലത്തിൽ വൻ വളർച്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാഹുബലി എന്ന ഒറ്റ ചിത്രം ഇന്ത്യൻ സിനിമയിലെ ബോക്സ് ഓഫീസ് കണക്കുകൾ മാത്രമല്ല, താരങ്ങളുടെ പ്രതിഫലത്തിലും വലിയ മാറ്റം അല്ലെങ്കിൽ വലിയൊരു വർധനമാണ് വരുത്തിയത്. താരതമ്യേന ചെറിയ ഇൻഡസ്ട്രികൾ 10-20 സിനിമകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബജറ്റാണ് ഇന്ന് പല താരങ്ങളുടെയും പ്രതിഫലം എന്ന് കേട്ടാൽ തന്നെ ഞെട്ടേണ്ട കാര്യമില്ല. അതാണ് ഇപ്പോഴുള്ള സത്യം. 2024 ഒരു പിടി മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ പോയ വർഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ നടന്മാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇത് സംബന്ധിച്ച ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2024 ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ച ചിത്രം എന്ന നിലയ്ക്ക് കുതിക്കുകയാണ് പുഷ്പ 2. ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നില്ല എങ്കിലും പുഷ്പ 2-ന് അല്ലുവിന് 300 കോടി രൂപ പ്രതിഫലം ലഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. ചിത്രവുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ നിന്ന് നേടിയ ലാഭത്തിന്റെ ഒരു പങ്ക് നടന് നൽകിയതായും വിവരമുണ്ട്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച താരവും അല്ലു അർജുൻ തന്നെ. 2024 ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ രണ്ടാമത്തെ നടനായത് വിജയ് ആണ്. സിനിമാ അഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ ഒരുങ്ങുന്ന വിജയ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ഗോഡ് എന്ന സിനിമയ്ക്കായി തന്റെ ഇക്കാലത്തെ മികച്ച പ്രതിഫലമായ 200 കോടി രൂപയാണ് വാങ്ങിയത് എന്നാണ് വിവരങ്ങൾ. മൂന്നാം സ്ഥാനത്തുള്ളത് പ്രഭാസ് ആണ്. 2024 ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ സിനിമ എന്ന് പറയപ്പെടുന്ന കൽക്കി 2898 AD കഥാപാത്രത്തിന് പ്രഭാസ് 150 കോടി രൂപയാണ് പ്രതിഫലമായി കൈപ്പറ്റിയത്. സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് പട്ടികയിലെ 4-മൻ. 125 കോടി രൂപയാണ് രജനി വേട്ടയനായി ഈടാക്കിയത്. ആകെ പട്ടികയിൽ 5-ാം സ്ഥാനത്തുള്ളത് ഹൃതിക് റോഷനാണ്. ബോളിവുഡ് താരങ്ങളുടെ പട്ടികയിൽ 1-മതും ഹൃതിക് തന്നെ. ഫൈറ്റർ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നേടിയത് 85 കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ട്. ആദ്യമായി 100 കോടി പ്രതിഫലം വാങ്ങിയ താരം എന്നറിയപ്പെടുന്ന അക്ഷയ് കുമാർ 2024 താൻ അഭിനയിച്ച ബഡേ മിയാൻ ചോട്ടെ മിയാന് വേണ്ടി 80 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത്. 7-ാം സ്ഥാനത്ത് മഹേഷ് ബാബു ആണുള്ളത്. ഗുഡൂർ കാലം എന്ന സിനിമയ്ക്ക് വേണ്ടി 78 കോടി രൂപയാണ് താരം വാങ്ങിയത്. കമൽഹാസനാണ് പട്ടികയിൽ 8-മതുള്ളത്. പുറത്തു വന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ കമൽഹാസൻ ഇന്ത്യൻ 2, ഇന്ത്യൻ 3 എന്നിവയ്ക്കായി 150 കോടി രൂപയാണ് പ്രതിഫലമായി കൈപ്പറ്റിയത് എന്നാണ് വിവരം. 2024 ഇറങ്ങിയ ഇന്ത്യൻ 2-ന് ഇത് പ്രകാരം 75 കോടി രൂപ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കാം. ദേവരയിലൂടെ ജൂനിയർ NTR-ന് ലഭിച്ചത് 60 കോടി രൂപയാണ്. RRR-ന് 45 കോടി രൂപയായിരുന്നു താരം ഈടാക്കിയിരുന്നത്.